Hello guys, welcome to my YouTube channel Anju's Vlog. After a long time എന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആ ഒരു ഫ്ലോയിൽ പോയില്ലെങ്കിലും ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരാഗ്രഹം അന്ന് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങണം എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാണ്. വേറൊന്നുമല്ല, ഇപ്പം ഞാൻ ജിമ്മിൽ പോയിട്ട് 2 months അടുപ്പിച്ചെന്തോ ആവുന്നു. വെയിറ്റ് നല്ല രീതിയിൽ ഗെയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നാളെ തൊട്ട് ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. എനിക്ക് എന്നെ തന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണം. അതുമാത്രമല്ല, എൻ്റെ കുറേ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുറച്ച് ഞാൻ തള്ളിയായിരുന്നു. അബദ്ധവശാൽ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. പക്ഷെ അതെനിക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ചാലഞ്ച് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് എൻ്റെ 10 കിലോ കുറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു വെയിറ്റ് കുറച്ച് കാണിച്ചു കൊടുക്കണം. ബെറ്റ് വെച്ചേക്കുന്നതാണ്, ഇല്ലെങ്കിൽ അവന്മാർക്ക് മട്ടൻ മന്തി വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ നാളെ രാവിലെ തൊട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ദിവസം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചുള്ള വർക്കൗട്ടും കാര്യങ്ങളും മാത്രമേ ഇനി ഞാൻ ചെയ്യുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാണ്ടിരിക്കും, വെള്ളം കുടിക്കും, വല്ലപ്പോഴും എന്തെങ്കിലും ഒന്ന് കഴിച്ചു അങ്ങനത്തെ രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ആ ഒരു സംഭവം മാറ്റിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു, ഡയറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ അങ്ങനെ നാളെ തൊട്ട് നല്ലൊരു കുട്ടിയായിട്ട് ഒരു അച്ചടക്കമുള്ളൊരു ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് പോകാമെന്ന് വെച്ചു. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് കുറയും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. വിചാരിച്ചാൽ പോലും എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് ആ ഒരു സംഭവം മുടങ്ങും. കണ്ടിന്യൂസ് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നിട്ട് ഇടയ്ക്കായിരിക്കും ഞാനൊരു 3 ദിവസത്തെ ലീവ് അല്ലെങ്കിൽ അടുപ്പിച്ചെടുത്ത് വീട്ടിൽ പോകുന്നത്. ആ വീട്ടിൽ പോകുന്ന ദിവസങ്ങളിൽ എൻ്റെ ഡയറ്റ് എല്ലാം മുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതിച്ചാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത് അമ്മയുടെ കയ്യിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഒരു ചമ്മന്തി ഉണ്ടാക്കിയപ്പോലും എനിക്കത് അമൃത. അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തി ആണെങ്കിലും ഏത് കറിയാണെങ്കിലും ഏത് ഫുഡാണെങ്കിൽ പോലും പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ കപ്പലിങ്ങനെ ഓടുന്നു. അത് പിന്നെ ഞാൻ വേറെ നിറച്ചങ്ങോട്ട് കഴിക്കും. അതുകൂടെ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ എനിക്ക് പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് കഴിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ തിരിച്ച് വരുമ്പോൾ പിന്നെ മടിയാണ്, ജിമ്മിൽ പോകാനേ തോന്നാറില്ല. ഇനി അതൊക്കെ മടി മാറ്റി വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് പ്രോപ്പറായി പോയിട്ട് ഈ ചാലഞ്ച് ചെയ്തവന്മാരെ ഞാൻ തോപ്പിക്കും. എൻ്റെ അടുത്ത് ബെറ്റ് വെച്ചതുണ്ടല്ലോ, ഈ ബെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം ഞാൻ ആ മട്ടൻ മന്തി മേടിച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിരിക്കും. ഓക്കെ, ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ 86 ആയിരുന്നു. തുറന്നറിയാലോ, 86 വെയിറ്റ് എനിക്കുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയൊരു കോമഡിയാണ്. അത് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലെല്ലാം പറയാം. ഇപ്പം എന്തായാലും ഞാൻ 86 ഉണ്ട്. ഇതിൽ നിന്ന് നല്ലൊരു ചേഞ്ച് എനിക്കുണ്ട് ഇപ്പം എന്നുള്ളത് എനിക്കറിയാം. വെയിറ്റ് ഗെയിൻ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്, വെയിറ്റ് നല്ല കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എത്ര കിലോ കൂടി എന്നുള്ളത് നാളെ അറിയാം. ഇത്രയും ദിവസമായിട്ട് ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. ഈ 2 മാസം ഞാൻ വെയിറ്റ് നോക്കിയിട്ടേ ഇല്ല. എത്ര കിലോ കൂടി എന്നുള്ളത് നോക്കാം. പണ്ട് നേരത്തെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കേസാണ്, ഞാൻ നേരത്തെ അമ്മയുമായിട്ട് ഫുഡ് വ്ളോഗൊക്കെ എടുക്കുമായിരുന്നു, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ വീഡിയോസ് ജോലി കാര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അത് ലൈക്ക് വീട്ടിൽ നിന്ന് തന്നെ അമ്മയുടെ കൂടെ നിന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് യൂട്യൂബ് ആണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇപ്പം ആ ഒരു കേസ് കാരണം അങ്ങോട്ടേ ഒന്നും നടക്കുന്നില്ല. അമ്മ ഭയങ്കര പ്രോത്സാഹനമാണ് വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ, പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല കുട്ടിയെ. ഇനിയെങ്കിലും കണ്ടിന്യൂ ചെയ്ത് വരണം. നാളെ തൊട്ട് ജിമ്മിൽ പോവാണ്, വർക്കൗട്ട് ചെയ്ത് സെറ്റ് ആവണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വർക്കൗട്ട് വീഡിയോസ്, ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം ഓക്കെ, ഇനി നമുക്ക് നാളെ ജിമ്മിൽ വെച്ച് കാണാം. അതുവരേക്കും ചാച്ചാ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ജിമ്മിൽ പോകുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. നെക്സ്റ്റ് വീഡിയോ തൊട്ട് ജിമ്മിൽ പോകുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്നത്, വർക്കൗട്ടിൻ്റെ കുഞ്ഞു ഷോർട്ട് വീഡിയോസും പിന്നെ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണും വരെയും ചാച്ചാ. മെയിനായിട്ട് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ്, ഡു ലൈക്ക് മൈ ചാനൽ, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക.
ഓക്കെ, ടാറ്റാ.